بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷാ കുട്ടികൾക്ക് മുൻ വർഷങ്ങളിൽ നടത്തിയ ചോദ്യപേപ്പറുകൾ, അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ആ ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ചേർത്തെഴുതാം എന്നാണ്. അതിൽ ആയത്തുൽ കുർസി, ഖുർആൻ, ഹംസത്തുൽ വസിൽ, ഹാഉ സക്കത്തി, ഹംസത്തുൽ ഖത്അ ഇങ്ങനെ ബ്രാക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിക്കാം. 1. ഒരു പ്രദേശത്ത് മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കറിയാം അത് ഖുർആൻ എന്നാണ്. ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. 2. പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ്. നമുക്കറിയാം ആയത്തുൽ കുർസിയിൽ വൻസല്ല എന്നൊക്കെ നമ്മളെ പാഠഭാഗത്തിലുണ്ട്. ആയത്തുൽ കുർസിയാണ് ഇവിടെ ഉള്ളത്. 3. മാലിയ എന്നതിലെ ഹ അത് ഏത് തരം ഹ ആണ്? ഹഉ സക്കത്തി എന്ന് നമ്മളെ ഉത്തരത്തിലുണ്ട്. ഹഉ സക്കത്താണ് അതിൻ്റെ ഉത്തരം. 4ാമത്തെ ചോദ്യം ഇബ്നു മറിയം എന്നതിലെ ഹംസ അത് ഏതാണ്? ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ലി എന്ന് ചേർത്ത് കൊടുക്കാം. 5. അഖീമു ഇതിലെ ഹംസ നമുക്കറിയാം. ബാക്കി 4 പറഞ്ഞിട്ടുണ്ട്. 5ാമത്തത് ഹംസത്തുൽ ഖത്അ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. നമുക്കതിൻ്റെ ഉത്തരം അല്ലെങ്കിലും അറിയാം ഹംസത്തുൽ ഖത്അ ആണെന്ന്. നമുക്ക് 2ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 2ാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താം. ഇവിടെ 3 ഓപ്ഷൻസ് എല്ലാ ചോദ്യങ്ങൾക്കുമുണ്ട്. അതിൽ ശരി ഉള്ള കള്ളിക്ക് നേരെ ശരിയിടുക. ചോദ്യം 1. വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത്. ഓപ്ഷൻസിൽ സുക്കൂന്, ഫതഹ്, ലൊമ്മ് എന്നുണ്ട്. സുക്കൂൻ എന്നാണ് അതിൻ്റെ ഉത്തരം. 2. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഇസ്തിഅല എന്നാണ് അതിൻ്റെ ഉത്തരം. 3. സ്വാദിന്റെ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമുക്കറിയാം അത് സീനാണ്. സ്വാദിന്റെ അതേ സ്ഥലത്ത് നിന്നാണ് സീനും പുറപ്പെടുന്നത്. ചോദ്യം 4. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ. അത് വഖഫ് ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 5. ഫതഹിന്റെയും കസറിന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ. ഇഷ്മാമ്, ഇമാലത്ത്, ഇഖ്ലാബ് എന്നുണ്ട്. ഇമാലത്ത് എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് കടക്കാം. പൂർത്തിയാക്കാം. പൂരിപ്പിച്ചു കൊടുക്കാൻ വിട്ട ഭാഗം. 1. വഇദാ ഖുരിഅ ഡാഷ് ഫസ്തമിഉ ലഹു വഅൻസിതു ഡാഷ് തുർഹമൂൻ എന്നാണ് അതിലുള്ളത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്ത്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്നാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. ചോദ്യം 2. കലാമുൻ ഖദീമുൻ ഡാഷ് സമാഅഹു തനസ്സഹ അൻ ഖൗലിൻ ഡാഷ് വനിയത്തിൻ. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു
തനസ്സാഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തിൻ. ഇത് നമ്മളൊരു ബൈത്ത് ഉണ്ടല്ലോ, മുമ്പ് പാഠഭാഗത്തിലുള്ള ആ ബൈത്ത് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. അടുത്ത പ്രവർത്തനം നിശ്ചിത സ്ഥാനത്ത് എഴുതാം എന്നാണ്. ഇവിടെ കുറച്ച് ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അൽ ഗാഷിയ, ഖില, ലഹു, ജീം, ഹിസാബിയ, സില. താഴെ അൽ വഖഫ് ഔല, വഖഫ് ജായിസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചത് മുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അൽ വഖഫ് ഔല, അതിനോട് യോജിച്ചത് ഖില എന്നാണ്. അൽ വഖഫ് ഔല എന്ന് ചുരുക്കി എഴുതുന്ന രൂപമാണ് ഖില. അടുത്തത് വഖഫ് ജായിസ്. വഖഫ് ജായിസിനെ സൂചിപ്പിക്കുന്നതാണ് ജീം. അൽ വസ്ലു ഔല, അൽ വസ്ലു ഔല, വസ്ലു ചെയ്യലാണ്, ചേർത്ത് എഴുതലാണ് ഏറ്റവും നല്ലത്. അതിനോട് യോജിച്ചതാണ് സില. ഹ ഉസ് സക്കത്തി, സക്തയുടെ ഹ. ഹിസാബിയ എന്നാണ് അതിൻ്റെ ഉത്തരം. ഹ ഉത്ത ഇനീസ്, തനീസിന്റെ ഹ. അൽ ഗാഷിയ എന്നാണ് അതിൻ്റെ ഉത്തരം. ഹ ഉൽ ലമീർ, ലമീറിന്റെ ഹ. ലഹു എന്നാണ് അതിൻ്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ശേഷമുള്ള പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണല്ലോ. നമുക്ക് വായിച്ചു നോക്കാം. 1. ആശറത്തുൽ ഖുറാഇൽ, മദീനക്കാരായ കാരികൾ. 10 കാരികൾ നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. അതിൽ മദീനക്കാരായ ഓത്തുകാരെ ഏതാണ് വേണ്ടത്? നമുക്കറിയാം, നാഫിഉൽ മദനി, അതുപോലെ തന്നെ അബൂ ജഅഫർ അൽ മദനി എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിന്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണം നമ്മുടെ 10ാമത്തെ പാഠത്തിലുണ്ട്. കൂഫ, ബസ്വറ, ഷാം, മക്ക എന്നീ പട്ടണത്തിലേക്കാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കോപ്പികൾ കൊടുത്തയച്ചത്. അടുത്ത ചോദ്യം 3. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ, അത് ഹംസത്തുൽ ഖത്അ എന്നാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് തജ്വീദിലെ ചോദ്യോത്തരങ്ങളായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ലിസാനുൽ ഖുർആനിലെ ചോദ്യോത്തരങ്ങളാണ്. നൂസില ബിമാ യുനാസിബു, യോജിച്ചത് കൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. യോജിച്ചവ ഈ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. യഖ്റഉ ത്വാലിബാത്തിൻ റസ്മിയത്തിൻ തഖ്നുതു തുയൂരിൻ, അങ്ങനെ ബ്രാക്കറ്റിൽ നമുക്ക് കാണാം. ചോദ്യം 1. ഫി ബൈത്തി അർബഉ ത്വാലിബാത്തിൻ, എൻ്റെ വീട്ടിൽ 4 വിദ്യാർത്ഥിനികളുണ്ട്. 2. റഅയ്തു സമാനിയത തുയൂരിൻ, ഞാൻ 8 പക്ഷികളെ കണ്ടു. 3. കാനത്തിൽ ഉമ്മു തഖ്നുതു, ഉമ്മ കുനൂത്ത് ഓതുന്നു. ഇന്ന അബി യഖ്റഉ, എൻ്റെ ഉപ്പ പാരായണം ചെയ്യുന്നു. യൽബസു നൗഫലുൻ ബിദ്ലത്തുൻ റസ്മിയ, നൗഫൽ യൂണിഫോം ധരിക്കും. അടുത്ത പ്രവർത്തനം നുമയ്യിസു സഹീഹ ബിഹാദിഹി,
ഇതിൽ ശരി നമുക്ക് തിരഞ്ഞെടുക്കാം. താഴെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നേരെ 3 കള്ളികളുമുണ്ട്. അതിൽ അതിനോട് യോജിക്കുന്ന ശരി ആയിട്ടുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചോദ്യം വായിക്കാം. 1. യഖില ഉമറു മിനൻ നൗമി. ഉമർ ഉറക്കിൽ നിന്ന് എണീക്കും. മുബക്കിറൻ നേരത്തെ എണീക്കും. മുബക്കിറൻ എന്നാണ് ഉത്തരം. 2. അതഅല്ലമു അതിനോട് നേരെ മാളി മുളാരിഅ ജാമിദുൻ. അതഅല്ലമു എന്നുള്ളത് മുളാരി ആണ്. അപ്പോൾ മുളാരിഅ എന്നാണ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 3. തവസ്സക്ക മിസ്വാക്ക് ചെയ്തു. അതിനോട് നേരെയുള്ളത് സൈനബ്, ആയിഷ, ഹാമിദ്. തവസ്സക്ക എന്ന് ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അത് മുഅന്നസാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ മുഅന്നസ് അല്ല. തവസ്സക്ക എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്തു എന്നുള്ള തഫഅല വസ്നാണ്. അപ്പം അതിൻ്റെ ഉത്തരം ഹാമിദ് എന്നാണ്. ഹാമിദ് എന്നാണ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 4. സൈനബും അനീസുൻ അതിൻ്റെ നേരെ യൽഅബാനി, തൽഅബാനി, തൽഅബു. നമുക്കറിയാം സൈനബും അനീസും പുരുഷന്മാരാണ്. അപ്പോൾ യൽഅബാനി എന്നാണ് കൊടുക്കേണ്ടത്. പെണ്ണാകുമ്പോഴാണ് തൽഅബാനി എന്ന് പറയാം. അപ്പോൾ ഉത്തരം യൽഅബാനി എന്നാണ്. 5. ഷഗൽന ജോലിയിലായി. ഇത് മാളി മുളാരി നാഖിസ്. ഈ പദം മാളിയാണ്. മാളി എന്നതിൻ്റെ നേരെയാണ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയുള്ള ചോദ്യം അറബിയാക്കാനാണ്. നുഅർരിബു നമുക്ക് അറബിയാക്കാം. 1. ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. അതിൻ്റെ അറബി നല്ലഫ്തുൽ അസ്നാൻ. ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. 2. അവർ ഇരുവരും ഗാർ സൗറിൽ 3 ദിവസം താമസിച്ചു. നമ്മുടെ പാഠത്തിലുണ്ട് വമകസ ഹുനാക സലാസത അയ്യാമിൻ. അവരിരുവരും അവിടെ 3 ദിവസം താമസിച്ചു. 3. ആയിഷ അവളുടെ ബാഗ് എടുത്തോ. ഹൽ അഖദത് അൽ ആയിഷ ആയിഷ എടുത്തോ. ഹഖീബത്തുഹ അവളുടെ ബാഗ് എടുത്തോ. 4. ഞാൻ ഇന്നലെ ഒരു ജുസ് ഓതി. ഖറഅതു ജുസ്അൻ അംസി. ഇന്നലെ ഞാൻ ഒരു ജുസ് ഓതി. 5. എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഫി സൊഫി അഷ്റു ത്വാലിബാത്തിൻ. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനം നക്തുബുൽ മഅന. അർത്ഥം നമുക്ക് എഴുതാം. ഒന്നാമത്തെ പദം ശരിക്കത്തുൻ കമ്പനി. തന്നൂറത്തുൻ പാവാട. ഫുർഷാത്തുൻ ബ്രഷ്. ദുവാമത്തുൻ പമ്പരം. ബാഹത്തുൻ മുറ്റം.